ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. പ്രിയമുള്ളവരെ, ഇവിടെ മരണത്തെ നിദ്ര എന്നാണ് പറയുന്നത്. ഈ ഭാഗം വായിക്കുമ്പോൾ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ജീവിക്കുന്ന വിശ്വാസികൾക്ക് മരിച്ചുപോയവരെക്കുറിച്ച് 2 അഭിപ്രായങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1, പ്രത്യാശയില്ലാത്ത വിശ്വാസികൾ. 2, പ്രത്യാശയുള്ള വിശ്വാസികൾ. നമുക്ക് പ്രത്യാശയില്ലാത്ത വിശ്വാസികളുടെ മരിച്ചുപോയവരെക്കുറിച്ചുള്ള വിശ്വാസം എന്താണെന്ന് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയ ഇയ്യോബ് തൻ്റെ പ്രത്യാശയില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം വായിക്കുമ്പോൾ, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ അത് തളിർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം പൊയ്പോകും പോലെയും ആറുപറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശമില്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല. 4 കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, കാരണം അതിനെ വെട്ടിയാൽ പിന്നെയും കിളിർക്കും. 2, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം വരുമ്പോൾ അത് കിളിർക്കും, തൈ പോലെ തളിർവിടും. 3, മനുഷ്യന് പ്രത്യാശയില്ല. 4, അതിൻ്റെ കാരണം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുന്നില്ല, അവൻ ദ്രവിച്ചു പോകുന്നു. ഇപ്രകാരം വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം വിശ്വാസികളിൽപ്പെട്ടതായിരിക്കാം ഇയ്യോബും. പഴയ നിയമകാലത്ത് പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. ഇവിടെ ദൈവമായ കർത്താവിന് മരിച്ചവരെന്നോ ജീവനുള്ളവരെന്നോ വേറുകൃത്യമില്ല എന്ന് നവോമി മരുമകളായ രൂത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സങ്കീർത്തനം 116:15. ഇവിടെ യഹോവയുടെ ഭക്തന്മാർക്കും ഭക്തന്മാരുടെ മരണത്തിനും യഹോവ വലിയ വില കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് എബ്രായ ലേഖനം 13:7 പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഇവിടെയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു. അവരെ നമ്മൾ മാനിക്കണമെന്നും അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരെ അനുകരിക്കണമെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല എന്നും മരണത്തോടുകൂടി അവസാനിക്കുന്ന ജീവിതമല്ല ഇത് എന്നും ബോധ്യം തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. യേശു ക്രിസ്തു പറയുക മാത്രമല്ല, അത് തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ലാസറിൻ്റെ കല്ലറയ്ക്കലെത്തുന്നു. കല്ലറയുടെ മുകളിലുള്ള കല്ല് നീക്കുവീനെന്ന് യേശു ആവശ്യപ്പെടുന്നു. അപ്പോൾ മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാലുകൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ എന്ന് അവൻ പോകട്ടെ എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു.
പ്രത്യാശയോടെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാധിക്കും എന്ന സന്ദേശവും, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നു എന്ന സത്യവുമാണ് നാം ഇവിടെ കണ്ടത്. യേശുക്രിസ്തു വന്നു ധനവാനായ മനുഷ്യൻ്റെയും ദരിദ്രനായ ലാസറിൻ്റെയും ഈ ലോക ജീവിത അവസാനവും പരലോക ജീവിത ആരംഭവും വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇത് എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ടും വിശ്വസിക്കാത്ത, പ്രത്യാശയില്ലാത്ത വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. പ്രിയമുള്ളവരെ, മരിച്ചുപോയവരെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.